ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് നടപ്പിലാക്കാമെന്ന് ഒരു കൊലകമ്പനും കരുതേണ്ട. അത് നടക്കില്ല. സതീശൻ സഭയ്ക്ക് പുറത്തും അകത്തും ഇന്ന് വെല്ലുവിളിച്ചത് മുഖ്യമന്ത്രിയെ മാത്രമല്ല, ആ മുഖ്യമന്ത്രിക്ക് കുട ചൂടുന്ന സകലരെയുമാണ്. രാഹുൽ മാങ്കൂട്ടം വീണ്ടും കത്തി നിൽക്കുന്ന ഒരു വിഷയമായിരിക്കെ ഇന്ന് സതീശൻ പറഞ്ഞത് ഒരിക്കലും രാഹുലിനെ അയോഗ്യനാക്കാൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മുകേഷ് MLA-ക്കെതിരെ എന്ത് നടപടിയെടുത്തു? രാഹുൽ വിഷയത്തിൽ FIR പോലും രജിസ്റ്റർ ചെയ്യും മുമ്പ് തന്നെ സംഘടനക്കുള്ളിലെ ആ വലിയ കസേരയിൽ നിന്നും രാഹുലിനെ എടുത്തു കളഞ്ഞ അതേ സതീശൻ തന്നെ ഇന്ന് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്നും ഒരാൾക്കും പുറത്താക്കാനാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മുമ്പും പിമ്പും നോക്കിയിട്ടു തന്നെയാണ്, അല്ലാതെ എന്തെങ്കിലും പറയാനോ ഭരണപക്ഷത്തെ എതിർക്കാനോ അല്ല. സത്യത്തിൽ രാഹുലിനെതിരെ 1, 2, 3 എന്നും പറഞ്ഞ് കേസുകൾ അങ്ങ് UK-യിൽ നിന്ന് വരെ വരികയും അർദ്ധരാത്രി പിടിച്ചകത്തിടുകയുമൊക്കെ ചെയ്തെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ധാർമ്മികമായോ നിയമത്തിനതീതമായോ ഇന്നുവരെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അക്കമിട്ടാണ് മാങ്കൂട്ടം പറഞ്ഞത്. അതിന് പിന്നാലെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, സൺസ്ക്രീൻ വാങ്ങിയ കഥകളൊക്കെ അങ്ങാടിപ്പാട്ടാക്കിയത്. എന്നാൽ ഒരാൾ മറ്റൊരാളുമായി റിലേഷൻഷിപ്പിലാകുമ്പോൾ തീർച്ചയായും ഇത്തരം സമ്മാനപ്പൊതികളൊക്കെ ഉണ്ടാവും. അന്നത്തെ ആ കണക്കുകൾ ഇന്ന് ചൂഷണമാക്കി മാറ്റി പുതിയ കഥ ഉണ്ടാക്കിയാൽ അങ്ങനെ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്തായാലും രാഹുലിൻ്റെ രോമത്തിൽ തൊടില്ല എന്ന സതീശൻ്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പറ്റൻസും ഇല്ല, ആവശ്യമില്ലാത്തൊരു പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. ആ പരാതി പോലും മെയിൻറ്റെയിനബിൾ അല്ല. സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത്. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് MLA ആയിക്കോട്ടെ, ഇപ്പം എത്ര പേരുണ്ട് MLA-മാർ കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ? മുകേഷ് MLA ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ? അല്ലേ? കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അതവർ ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡന്റാണ്, ഒരിക്കലും വരാൻ പാടില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. പാലക്കാട് MLA-യുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ നിയമസഭാംഗത്വം പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പാടില്ല. ഇപ്പോൾ കൺവിക്ട് ചെയ്തു ആന്റണി രാജുവിൻ്റെ, അപ്പോൾ നിയമമുണ്ട് അത് കളയാൻ, നിയമമുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, അല്ലാതെ നിയമമുണ്ട്. ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു MLA-യുടെ എല്ലാ MLA-മാരും കേസിൽ പ്രതികളാണ്. ഏതെങ്കിലും കേസിൽ പ്രതികളാണ് എല്ലാ MLA-മാരും. അപ്പോൾ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക. അല്ലേ? നമ്മളെല്ലാം പ്രതികളാണ്, ഞാനടക്കം. ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതികളാണ്. MLA-മാരുടെ കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചാൽ എല്ലാ MLA-മാരും കേസിൽ പ്രതികളാണ്. ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്നൊരു ഭരണമുന്നണി തീരുമാനിച്ചാൽ പ്രതിപക്ഷ അല്ല ഏത് കേസായാലും അപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാറുണ്ട്? അല്ലല്ല, അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസി ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണം? അത് ആവശ്യമില്ലാത്ത പ്രീസിഡന്റ് ആവും പാടില്ല. ആരുടെ കേസിലാണ്? അല്ലല്ല, അതൊക്കെ പിന്നീട് സംസാരിക്കും. വേറെ എന്തെങ്കിലും അതിപ്പോ ഞാൻ വ്യക്തമാക്കിയത് കേട്ടില്ലേ? SIT-യിലെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നു. കേസ് അന്വേഷണം മന്ദഗതിയിലായി. കേസിലെ പ്രതികൾ ഒന്നൊന്നായി. സുപ്രീം കോടതി വരെ ജാമ്യം കൊടുക്കാത്ത കേസാ. എന്തിനാണ് ഇങ്ങോട്ട് ജാമ്യം? അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിൽ വരുന്നോ എന്ന് CPM നേതാക്കളോടാണ് ചോദിച്ചത് സുപ്രീം കോടതി. എന്നിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാത്ത പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടിയ ഒരു പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാ? SIT ആണ് ഉണ്ടാക്കി കൊടുത്തത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം. അതാണ് ഞങ്ങളുടെ നിലപാട്.